പ്രൈസ് ലോർഡ്. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിക്കാനായി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത നിമിഷങ്ങളാണ് ഈ സമയം. ഇന്ന് ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആയിരിക്കുന്നതിന്, ദൈവത്തിൻ്റെ അനന്തമായ സാന്നിധ്യം നമ്മോട് കൂടെ ഈ പ്രാർത്ഥനയിലൂടെ ആയിരിക്കുന്ന സമയമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് പറഞ്ഞു തരുന്ന സമയമാണ്. കർത്താവ് ഇന്ന് അരുളി ചെയ്യുന്നത്, നീ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? നിന്റെ കൂടപ്പിറപ്പുകൾ തള്ളിക്കളഞ്ഞ, ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണോ? ഈ രാത്രിയിൽ കർത്താവ് നിന്നെ വിളിക്കുന്നു. കർത്താവ് നിന്റെ ഹൃദയത്തിൽ ഈ രാത്രിയിൽ സംസാരിക്കുന്നു. നിന്റെ അന്തരാത്മാവിൽ കർത്താവ് സൗഖ്യം നൽകുന്ന സമയമാണ്. വചനം പറയുന്നു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. The stone that the builders rejected has become the chief cornerstone. മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, ഈ രാത്രിയിൽ കർത്താവിൻ്റെ സുവിശേഷം ഇന്ന് നിന്നോടാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ എല്ലാവരും ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞെങ്കിലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. എന്തെന്നാൽ മനുഷ്യരുടെ കണ്ണിൽ നിന്നെ കാണുന്ന അതേ രീതിയിലല്ല ദൈവം നിന്നെ കാണുന്നത്. ദൈവത്തിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ളതാണ്. ആ കണ്ണുകൾ കൊണ്ട് നിന്നെ കാണുമ്പോൾ നിന്നിലുള്ള ആ മഹത്വത്തെ, നിന്നിലുള്ള ആ നന്മയെ, നിന്നിലുള്ള ആ വിശ്വസ്തതയെ, നിന്നിലുള്ള ആത്മാർത്ഥതയെ, നിന്നിലുള്ള സത്യസന്ധതയെ ദൈവം മറ്റാരേക്കാളും തിരിച്ചറിയുന്നു. ഈ രാത്രിയിൽ നിന്റെ സത്യസന്ധതയ്ക്കുമേൽ മറ്റുള്ളവർ ചോദ്യം ചെയ്തിട്ടുണ്ടോ? നിന്റെ ആത്മാർത്ഥതയെ നിന്റെ കൂടപ്പിറപ്പുകൾ ഒന്നുമല്ലാതാക്കി കണ്ടിട്ടുണ്ടോ? നിന്റെ വിശ്വസ്തതയെ അപമാനിച്ചിട്ടുണ്ടോ? എങ്കിൽ മറ്റെല്ലാവരാലും നീ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? നിന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട് നിന്നെ എന്നേക്കുമായി തിരസ്കരിച്ച വ്യക്തിയാണോ? എങ്കിൽ മകനെ, മകളെ, ഈ രാത്രിയിൽ നീ ഓർക്കുക, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീ. പൂർവ്വ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം, സഹോദരങ്ങൾ എല്ലാവരും അസൂയാലുക്കളായി ഔസേപ്പിൻ്റെ ആ സാന്നിധ്യം തന്നെ അവർക്ക് സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ പൂർവ്വ ഔസേപ്പിനെ അവർ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് അവനെ പിന്നീട് ഈജിപ്തിലേക്ക് വിറ്റ ചരിത്രം നാം കാണുന്നുണ്ട്. ഈ തള്ളിക്കളഞ്ഞ പൂർവ്വ ഔസേപ്പിൻ്റെ അടുത്തേക്ക് തന്നെ തള്ളിക്കളഞ്ഞ സഹോദരങ്ങൾ എല്ലാവരും തിരികെ ആ വ്യക്തിയുടെ അടുത്തേക്ക് എത്താൻ ദൈവം ഇടയാക്കി. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി. പൂർവ്വ ഔസേപ്പ് ആ കുടുംബത്തിൻ്റെ രക്ഷകനായി, രക്ഷയായി ആ കുടുംബത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുന്ന ആ മൂലക്കല്ലായി മാറി. ഇന്ന് ഞാനും നീയും ഒരേ തട്ടിൽ ഈ അവസ്ഥയിലാണ് എങ്കിൽ ഭയപ്പെടരുത്. കർത്താവ് നിന്നെ നീതീകരിച്ചിരിക്കുന്നു. നമുക്ക് കാണാം, ചുങ്കക്കാരനും ഫരിസേയനും പ്രാർത്ഥിക്കാൻ പോയി. ഫരിസേയൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എല്ലാറ്റിലെയും 10% കൊടുക്കുന്നു. ഞാൻ ഉപവസിക്കുന്നവനാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, എന്നിൽ ഒത്തിരി നന്മയുണ്ട്. ഈ മറ്റു പാപികളിൽ ഒരാളല്ല ഞാൻ. അവൻ സ്വയം നീതീകരിച്ച് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടും എന്ന വിശ്വാസത്തിൽ അവൻ പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ, ആ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താതെ കുനിഞ്ഞു നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു,
കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോ പറഞ്ഞു, ഈ മനുഷ്യൻ, ഈ ചുങ്കക്കാരൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നാം ഓരോരുത്തരും മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ, പാപം ചെയ്യാതെ ആത്മാർത്ഥത കാണിച്ചതുകൊണ്ട്, സത്യസന്ധതയോടെ പെരുമാറിയതുകൊണ്ട്, സത്യത്തിന് ഒന്നാം സ്ഥാനം നൽകി നീ സത്യത്തിനിൽ നിലയുറപ്പിച്ചതുകൊണ്ട് നീ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയായി മാറി എങ്കിൽ ഓർക്കുക, ദൈവം നിന്നെ തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി, ദൈവത്തിൻ്റെ മഹത്വത്തിനായി നീ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞത്. അതിനാൽ നീ ഭാരപ്പെടരുത്. കർത്താവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക. നീ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവനല്ല, ഉപേക്ഷിക്കപ്പെട്ടവളല്ല. കർത്താവ് പറയുന്നു, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കരം പിടിച്ച്, മുറുകെ പിടിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി, നിന്റെ സത്യസന്ധതയിലും മറ്റുള്ളവർ നിന്നെ ഉപേക്ഷിക്കാൻ കണ്ട നിന്നിലുള്ള നന്മയെ, സത്യത്തെ, ആത്മാർത്ഥതയെ, വിശ്വസ്തതയെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ മുന്നിൽ നീ പ്രീതിയുള്ള വ്യക്തിയായി, നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറിയിരിക്കുന്നതിനാൽ ആ നിന്നിലുള്ള നന്മയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. ഒരിക്കലും അത് പണയം വെക്കരുത്. നിന്റെ സത്യത്തിലുള്ള നിലനിൽപ്പ്, നിന്റെ നല്ല കാഴ്ചപ്പാടുകൾ, നിന്റെ നീതിയും ന്യായവും, നിന്റെ വിശ്വസ്തതയും ആത്മാർത്ഥതയും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ ഒരിക്കലും നിന്റെ നന്മകളെ നീ പണയം വെക്കരുത്. കർത്താവ് മറ്റുള്ളവരാൽ തള്ളിക്കളഞ്ഞ നിന്നെ ഉയർത്താനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരുടെയും മുൻപിൽ നീ മഹത്വപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുക, ഇത് കർത്താവിൻ്റെ വാക്കുകളാണ്. സങ്കീർത്തനം 118 നമ്മോട് ഇന്ന് പറയുന്നത്, സങ്കീർത്തനം 118 22 23 പറയുന്നത്, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. കർത്താവ് നിന്നിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ഈ രാത്രിയിൽ നിന്നിൽ കർത്താവ് പ്രവർത്തിച്ച് നിന്നെ ഉയർത്തുന്ന സമയമാണ്. അതിനാൽ ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞാലും നിന്റെ നന്മയെ പ്രതി, നിന്നിലുള്ള ആ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സ്വഭാവത്തെ പ്രതി, നിന്നിലുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും നീതിയെയും പ്രതി മറ്റുള്ളവരാൽ നീ ഉപേക്ഷിക്കപ്പെട്ടു എങ്കിൽ നീ ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ്. എന്തെന്നാൽ നീ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവ് നിന്നെ മഹത്വപ്പെടുത്താൻ പോകുന്നു. ഈ രാത്രിയിൽ എല്ലാ ഭയവും ഭാരവും മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കാരണം നമുക്കുണ്ടായ നഷ്ടങ്ങൾ, പരാജയങ്ങൾ, വേദനകൾ, സഹനങ്ങൾ എല്ലാം ഓർത്ത് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച്, ആരൊക്കെ നമ്മെ തള്ളിക്കളഞ്ഞു അവരോടെല്ലാം ഈ രാത്രിയിൽ പൂർവാധികം ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം കർത്താവിനോട് ചേർന്ന് നിന്ന്, കർത്താവ് നിന്നെ ഉയർത്താൻ സമയമായിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വത്തിൽ നീ പങ്കുകാരാകാൻ പോകുന്നു. അതിനാൽ കർത്താവിനോട് ചേർന്ന് നിന്ന് നിന്നെ മൂലക്കല്ലായി ഉയർത്തുന്ന, നിന്നെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന, നിന്നെ വിജയത്തിലേക്ക്, ഉന്നമനത്തിലേക്ക് ഉയർത്തുന്ന ആ ദൈവത്തിൻ്റെ കരം ശക്തമായി പിടിച്ച് വിശ്വാസത്തോടെ നിന്റെ നന്മയിൽ, നീ ആശ്രയിക്കുന്ന ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നീ മുന്നോട്ട് പോകുക. നിന്റെ നന്മകളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ആരും കാണാത്ത നിന്റെ ഹൃദയത്തിൻ്റെ നന്മയെ ഈ രാത്രിയിൽ കർത്താവ് കാണുന്നു. അതിന് പ്രതിഫലം നൽകുന്ന സമയമാണ് ഇപ്പോൾ. അതിനാൽ കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ സത്യസന്ധതയോടെ സത്യത്തിനു വേണ്ടി പൊരുതി നീ ജീവിക്കുക. നന്മയും കരുണയും ധാരാളമായി, നീ ആഗ്രഹിക്കുന്ന സകല നന്മകളും കർത്താവ് നിനക്ക് നൽകും. ഒരു നിമിഷം നമ്മുടെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ രാത്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഓരോരുത്തരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സത്യത്തിനു വേണ്ടി നിലനിന്നതുകൊണ്ട്, ഉള്ളിൽ നീതിബോധത്തോടുകൂടെ പ്രവർത്തിച്ചതുകൊണ്ട്, നീതിക്കായി നിലനിന്നതുകൊണ്ട്, സമാധാനത്തിനായി പ്രവർത്തിച്ചതുകൊണ്ട്, കർത്താവെ ആത്മാർത്ഥതയിൽ ജീവിച്ചതുകൊണ്ട്, വിശ്വസ്തയോടെ ജീവിച്ചതുകൊണ്ട്,
കൂടപ്പിറപ്പുകളും അധികാരികളാലും മറ്റ് സുഹൃത്തുക്കളാലും കൂടെയുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട എൻ്റെ ഈ പ്രിയപ്പെട്ട ജനങ്ങളിലേക്ക് ഇന്ന് നിന്റെ കാരുണ്യം അയച്ച് ഇവരെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ഈശോയെ, ഉപേക്ഷിക്കപ്പെട്ട പൂർവാവസേപ്പിനെ നീ മഹത്വത്തിലേക്ക് ഉയർത്തി തന്നെ ഉപേക്ഷിച്ച സഹോദരങ്ങളെ ആ പൂർവാവസേപ്പിന്റെ മുൻപിൽ താണു വീണു വണങ്ങാൻ ഇടയാക്കിയ ദൈവമാണല്ലോ അങ്ങ്. അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ആരാധനയോടെ അങ്ങയെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് നിന്റെ മുൻപിലായിരിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ നിഷ്കളങ്കതയെ നീ മാനിക്കുന്നുണ്ടല്ലോ. ഈ മക്കളുടെ സത്യസന്ധതയെ നീ ബഹുമാനിക്കുന്നുണ്ടല്ലോ. കർത്താവേ, ഇവരുടെ നീതിബോധത്തെ നീ മഹത്വപ്പെടുത്താൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മക്കളെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ രാത്രിയിൽ ആരൊക്കെ സത്യത്തിനു വേണ്ടി നിലകൊണ്ടിട്ട് ഉപേക്ഷിക്കപ്പെട്ടുവോ, നന്മയ്ക്കു വേണ്ടി നിലകൊണ്ടിട്ട് ഉപേക്ഷിക്കപ്പെട്ടുവോ, ഈ രാത്രിയിൽ നിന്റെ ശക്തമായ കരങ്ങൾ അവരെ നീ തഴുകി തലോടി ആശ്വസിപ്പിച്ച് നിന്റെ മഹത്വത്തിന് അവരെ യോഗ്യരാക്കി മാറ്റണമേ. കർത്താവേ, നീയെല്ലാം അറിയുന്നവനാണല്ലോ. ഞങ്ങളെ നീ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്കിന്ന് വരെ ഏറ്റെടുക്കേണ്ടി വന്ന അപമാനങ്ങൾ, തിരസ്കരണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, ഇല്ലായ്മകൾ എല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഹൃദയവേദന, ഹൃദയമുറിവുകളെ എല്ലാം അങ്ങേക്ക് തരുന്നു. ദൈവമേ, ശക്തനായ ദൈവമേ, സൗഖ്യദായകനായ ഈശോയെ, ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. എൻ്റെ ഹൃദയമുറിവുകളെ വെച്ച് കെട്ടുന്ന ദൈവമാണ് നീ. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളെ ഉയർത്താൻ പോകുന്ന ദൈവമേ, ഞങ്ങൾക്ക് മഹത്വം നൽകാൻ പോകുന്ന കർത്താവേ, മഹത്വപൂർണനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ നീ ഓർക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ നീതിയിൽ ഞങ്ങളെ പുനഃസ്ഥാപിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിന്റെ ആത്മാർത്ഥതയും വിശ്വസ്തതയാലും ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി സുഖമായി കിടന്നുറങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആരൊക്കെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന ബോധ്യത്തോടെ, എന്ന ഉറപ്പോടെ, സന്തോഷത്തോടെ കിടന്നുറങ്ങാൻ ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ നീ കാവലായിരിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഭവനത്തെ, വസ്തുവകകളെ കർത്താവെ നീ കാത്ത് സംരക്ഷിക്കണമേ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണമേ. അനേക നാളായി ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ നീ നല്ല ഒരു ഉറക്കം നൽകി അതിരാവിലെ നിന്റെ മഹത്വം ദർശിക്കാൻ അവരെ ഉണർത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിന്റെ സത്യസന്ധതയെ മാനിക്കാൻ പോകുന്നു. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം കർത്താവ് നൽകി അവിടുന്ന് നിന്നെ മഹത്വപ്പെടുത്താൻ പോകുന്നു. എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഇനി പൂർണ്ണമായി ദൈവത്തിൻ്റെ സത്യത്തിലും
നീതിയിലും ആത്മാർത്ഥതയിലും ഉറച്ചു നിന്ന് നീ മുന്നോട്ട് പോകുക. നിന്നെ സഹായിക്കാൻ നിന്റെ കൂടെയുള്ള ദൈവം നിനക്ക് കരുത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇപ്പോഴും എപ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന ഷെയർ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു.